ടി പി ജയചന്ദ്രൻ, കേരളത്തെ അഭിനന്ദിക്കേണ്ടി വന്നിരിക്കുകയാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ 3 കേന്ദ്രമന്ത്രിമാർക്ക്, ഇല്ലേ? അത് കണ്ടതാണ്. 4 പേർക്ക്, ജോർജ് കുര്യനും ഇന്ന് വന്നപ്പോൾ അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ചില്ലറയല്ല കേരളം നേടിയിരിക്കുന്ന വികസനം. കേൾക്കുന്നില്ല ശ്രീ ജയേന്ദ്രൻ, കേൾക്കുന്നില്ല, മ്യൂട്ടാണേ. മഞ്ജുഷ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും നടക്കാത്തതിനേക്കാൾ നല്ലത് അല്പമെങ്കിലും വൈകി ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ വൈകി കേരളം എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, പ്രകൃതിയുടെ അനുഭവ വേദ്യമായ പ്രത്യേകതകൾ, ഏറ്റവും നല്ല മനുഷ്യാധ്വാന ശേഷിയും സാങ്കേതിക ജ്ഞാനവുമുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഈ തരത്തിൽ വികസനത്തിന് ആവശ്യമായ എല്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നാം ജീവിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനം ഇത്തരം വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്ന വിശ്വാസം എനിക്കില്ല. എന്റെ ഓർമ്മയിൽ 1980-കളുടെ അവസാനം, 86 87 ആണെന്നാണ് എന്റെ ഓർമ്മ, AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ KN രാജും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും തമ്മിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സെമിനാർ നടന്നു കേരള വികസനത്തെ കുറിച്ച്. വലതുപക്ഷ സാമ്പത്തിക വീക്ഷണം പുലർത്തുന്ന ഡോക്ടർ KN രാജു, ഇടതുപക്ഷ സൈദ്ധാന്തികനായ EMS-ഉം ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരും 1980-കളുടെ അവസാനത്തിൽ യോജിപ്പിലെത്തി. കേരളം ഇന്ന് നേടിയിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് നേടിയിരിക്കുന്ന വികസനത്തിന്റെ നാമ്പുകൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധ്യമല്ല. കാരണം അടിസ്ഥാന ഉൽപാദന മേഖലകളായ കൃഷിയും വ്യവസായവും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിനും, കേരളം പോലുള്ള സംസ്ഥാനത്തിനും മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന കണ്ടെത്തലുകളൊന്നുണ്ടായിരുന്നു. പക്ഷേ കേരളം പിന്നീട് അങ്ങോട്ട് കണ്ടത് എന്താണ്? രാഷ്ട്രീയ വരട്ടുവാദവും ഉദ്യോഗസ്ഥ ഭീകരതയും തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെതായ ഒരു ഭീകരഭാവവും ചേർന്ന് കേരളത്തെ വ്യവസായ സൗഹൃദമല്ലാതാക്കി മാറ്റുകയും കേരളത്തിലെ വികസനത്തിന് തരംഗം വെക്കുകയും ചെയ്തു. അതിന് ബൽദേവിനെ പോലുള്ള ആളുകളുടെ സംഭാവനയും കുറച്ചൊന്നുമല്ല, നമുക്ക് തുറന്നു കാണിക്കണം. ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ളത് 5 വർഷമായി നിലവിലില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ വേദിയിൽ വന്ന് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് മാത്രമായിരുന്നു. നോക്കൂ, ഇതിനിടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നയമാറ്റങ്ങളെ കുറിച്ച്. ഞാനിവിടെ എന്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, സർ, അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. പക്ഷെ ആ സംസ്ഥാനങ്ങളൊക്കെ അതിനോട് സഹകരിച്ചും അവരുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ കൂടെ നിന്നുകൊണ്ട് മറികടക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഇപ്പൊ ബൽദേവ് തന്നെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി. എന്താണത്? ദേശീയപാത വികസനത്തിൽ 25% തുക കേരളം കൊടുക്കണം. വേണ്ട സർ, കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൽ 75% കേന്ദ്രം തരാം. കേരളം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 25% തുക മാത്രം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തന്നാൽ മതി. അതും പറ്റില്ലെന്ന് പറഞ്ഞു. ശരി, ഗഡ്കരി പറഞ്ഞു വേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 1 രൂപ മുടക്കുമ്പോൾ 2 രൂപ 65 പൈസയായിട്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചു നൽകും. അതുകൊണ്ട് ഈ ഒരു ചെറിയ സൗകര്യം ചെയ്യുന്നത് കേരളത്തിൽ വലിയ വികസനത്തിന് ആക്കം കൂട്ടും. ഒരു പരിധി വരെ നമ്മൾ കാണുന്നത് ഈ കേരളത്തിൽ ഈ പ്രഖ്യാപനം കൊണ്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ 4 മന്ത്രിമാരുടെ പ്രഖ്യാപനം കൊണ്ടോ എല്ലാം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാംസം മാത്രം ഭക്ഷിച്ച് ശീലിച്ചവൻ ഒരുപക്ഷെ വെജിറ്റേറിയനായി മാറാൻ അല്പസമയം പിടിക്കും. അതാകാം ഒരുപക്ഷെ ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത്. നോക്കൂ, 2011 ശേഷം 6 ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റുകളും 4 ലോക കേരള സഭകളും സംഘടിപ്പിച്ചു. ഏറ്റവും അവസാനം 2022 26 പദ്ധതികളിലായിട്ട്, പ്രോജക്റ്റുകളിലായിട്ട് 22,622 രൂപ, 70 ലക്ഷം കോടി രൂപ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. പക്ഷെ ഇന്ന് ലഭ്യമായ വിവരം വെച്ച് അത് മുഴുവൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്നുകിൽ അവ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികളേക്ക് ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെ ഭാവി തലമുറയിലെ കേന്ദ്ര ഗവൺമെന്റ് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകരുത്. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കും ഒപ്പമുള്ള എല്ലാവരുടെയും വികസനമാണ് ഒരു ഗവൺമെന്റ് ലക്ഷ്യം. അത് ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ചേർന്ന് നിൽക്കാൻ ഇടതുപക്ഷം തയ്യാറാകുമോ? താങ്കൾ അതിൽ സംശയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തായി കഴിയുമ്പോൾ ഈ നയം മാറുമെന്നുള്ള സംശയമാണോ താങ്കൾ പ്രകടിപ്പിക്കുന്നത്? അതെ, ഞാൻ അത് മാത്രമല്ല, നോക്കൂ, ഇന്നത്തെ സബ്മിറ്റിൽ വന്നിരിക്കുന്നത് നയമാറ്റം ഉണ്ട് CPM-ന്റെ ഭാഗത്ത്. ഗതികേട് കൊണ്ടാവാം ഒരുപക്ഷെ.
കാരണം ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധ്യമാവാം. പക്ഷെ അവിടെയും പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും തമ്മിൽ സമരസപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ഭയക്കുന്നു മഞ്ജുഷ്. നോക്കൂ, കേരളത്തിൽ ഇപ്പൊ തന്നെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം തകർന്നു പോയ, സമ്പൂർണ്ണമായി തകർച്ചയ്ക്ക് ഉത്തരവാദി ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചരിത്രത്തിലെ ഉയർന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. വികസനത്തിന് ആവശ്യമായ തുക നൽകാൻ ആവശ്യമായ വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. നികുതി പിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. പിടിക്കാത്ത നികുതിയുടെ കണക്കുകൾ പോലും കൺട്രോൾ ഓടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, എന്നിട്ടും ധൂർത്ത് കേരളം അവസാനിപ്പിച്ചോ? ഒരു ഉപകാരവും ഇല്ലാതെ ഡൽഹിയിൽ കഴിയുന്ന ഒരു ലൈസൺ ഓഫീസർക്ക് KV തോമസിന് 3 ഇരട്ടിയധികം തുക അനാവശ്യമായിട്ട് അദ്ദേഹം പോലും ആവശ്യപ്പെടാതെ എഴുതി കൊടുക്കുന്നു. PSC മെമ്പർമാർക്ക് ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തില് വർദ്ധിച്ച ധൂർത്ത് നടക്കുന്നു. കേരളത്തിലെ ഒരു ഉപകാരവും ചെയ്യാത്ത പ്രീഡർമാർക്ക് അവർക്കുള്ള സംഭാവന നമുക്കറിയാം. അതൊക്കെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സ്വകാര്യമായ വക്കീലന്മാരെ നിശ്ചയിച്ചിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവർ പാഠം പഠിക്കുന്നുണ്ടോ, പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെന്ന സംശയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രിമാർക്ക് നല്ല അഭിപ്രായമാണ്. ഈ റോഡ് വികസനത്തിന്റെ കാര്യത്തിലായാൽ പോലും ഗഡ്കരിക്കൊക്കെ നല്ല അഭിപ്രായമാണ് കേരളത്തെ പറ്റി. ഞാൻ പറഞ്ഞില്ലേ മഞ്ജുഷേ, കേരളത്തിലെ നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് കാണുകയും കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ഞാൻ മഞ്ജുഷിനോട് പറയാം. കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തെ കേരളത്തിന് വേണ്ടി മാത്രം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തുറമുഖമായിട്ടല്ല നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഇറക്കുന്ന ചരക്കുകൾ ഏറ്റവും കുറഞ്ഞ ചെലവിലും ഉയർന്ന വേഗതയിലും ഇന്ത്യയുടെ നാനാഭാഗത്തും എത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ് മഞ്ജുഷ്. കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി 60,000 കോടി രൂപ ഇപ്പൊ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു. നോക്കൂ, ഈ കേരളത്തിന്റെ കണക്ടിവിറ്റി വളർന്നു വരേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. കേരളത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് വികസിക്കാൻ സാധ്യമല്ല. വിഴിഞ്ഞം തുറമുഖം സമ്പൂർണ്ണമായ തലങ്ങളിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ഈ ചരക്ക് നീക്കത്തെ ദ്രുതഗതിയിലാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സബ്കാ സാത്ത് സബ്കാ വികാസ്, കേരളത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ വികസനം ദ്രുതഗതിയിലാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾ നമ്മുടെ വികസനത്തിനൊരു തടസ്സമാകരുത് എന്ന ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ചില സൂചനകൾ ഞാൻ പറഞ്ഞു. നോക്കൂ, ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത മഞ്ജുഷ്, വിദ്യാഭ്യാസത്തില് NEP-യെ ശക്തമായി എതിർക്കുന്ന കേരളത്തില് ഗുജറാത്ത് മോഡൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള വിദ്യാസമീക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ കേരളം തയ്യാർ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, മറ്റൊന്നുകൂടി, നവകേരളത്തിനുള്ള വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പുതിയ പഠനം അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് പ്രത്യയശാസ്ത്ര വരട്ടുവാദം ഉപേക്ഷിക്കണം എന്ന് പെയ്യന്തരേണ പറയുന്നു. അപ്പൊ ഇതൊക്കെ ഒരു നയമാറ്റമാണെങ്കിൽ മാത്രമല്ല, ഒന്നുകൂടെ നമ്മുടെ മുമ്പിൽ ഇല്ലേ മനുഷ്യ, ലോകത്തെവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ജനങ്ങൾക്ക് ക്ഷേമഭരണം നൽകിയതായിട്ട് നമ്മുടെ മുമ്പിലുണ്ടോ? 36 കൊല്ലം ഭരിച്ച ബംഗാളിലെ ദുസ്ഥിതി, 24 കൊല്ലം ഭരിച്ച ത്രിപുരയുടെ ദുസ്ഥിതി കേരളത്തിൽ കഴിഞ്ഞ 5-8 കൊല്ലം കൊണ്ട് അനുഭവിച്ചു തുടങ്ങുമ്പോൾ രാഷ്ട്രീയ വരട്ടുവാദം ഉപേക്ഷിക്കാൻ ഒരു കക്ഷി തയ്യാറായി മുന്നോട്ട് വരുന്നെങ്കിൽ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? പിന്നെ വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്ര വരട്ടുവാദം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ എത്ര കാലം എന്നുള്ള ചോദ്യമാണ്. ശ്രീ വസന്ത്